എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ചാരം എങ്ങനെയാണ് നമ്മുടെ കൃഷിയിൽ, അടുക്കളത്തോട്ടത്തിലും മറ്റും കീടനാശിനിയായും വളമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ അടുപ്പിൽ നിന്ന് കിട്ടുന്ന ചാരം നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിച്ച് പോന്നിരുന്നു. അതൊരു കാലം. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതെല്ലാം അന്യമാണ്. എന്താണ് ചാരം എന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നഗരവൽക്കരണമാണ് പ്രധാനമായിട്ടുള്ള കാരണം. പിന്നെ ഫ്ലാറ്റുകളിലും ടെറസിലും എല്ലാം കൃഷി ചെയ്യുന്നവരും അങ്ങനെയുള്ളവരും കുറവ് തന്നെയാണ്. പിന്നെ നമ്മൾ ആകെ ഗ്രില്ല് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ കുറച്ച് ചാരമൊക്കെ കിട്ടുന്നത്, അതാണ് ചാരം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമുള്ളതുണ്ട്. എങ്കിലും ഇതൊന്നും നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നില്ല. കൃഷിയിടത്തിലേക്ക് ഉപയോഗിക്കുന്നത് നല്ല ചാരം എന്ന് പറയാൻ നമ്മൾ വിറകും അതുപോലെ കരിയിലയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ചാരമാണ്. അതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചാരം ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുന്ന രീതിയാണ് ഇന്ന് ഞാൻ എന്റെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ചാരം നമുക്കറിയാം നല്ലൊരു വളവും അതുപോലെ കീടനാശിനിയും കൂടിയാണ്. ഇതിൽ ധാരാളം സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ക്ഷാര ഗുണമുള്ളതാണ്. അങ്ങനെ പലതരം ഗുണങ്ങളും ചാരത്തിനുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഞാൻ ചാരം ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് കൃഷിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം കണ്ടു നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അടുക്കളത്തോട്ടത്തിലെ സൂപ്പർ സ്റ്റാർ ആയ ചാരം ഗ്യാസ് അടുപ്പുകൾ വ്യാപിച്ചതോടെ ഒരത്ഭുത വസ്തുവായി തീർന്നിരിക്കുകയാണ്. എങ്കിലും ട്രഡീഷണൽ രീതിയിലുള്ള നാച്ചുറൽ ജൈവ കൃഷി രീതികളിൽ ഇതിലെല്ലാം ചാരം ഉപയോഗിച്ചു വരികയും ചെയ്യുന്നുണ്ട്. എന്തു സാധനങ്ങളും നമുക്ക് കത്തിച്ച് ചാരമാക്കാൻ കഴിയും. എന്നാൽ ജൈവവസ്തുക്കൾ കത്തിച്ച് കിട്ടുന്ന ചാരമാണ് നല്ലൊരു വളവും കീടനാശിനിയും. പ്രത്യേകിച്ചും ഉണങ്ങിയ കരിയില, കമ്പുകൾ, മരത്തിൻ്റെ തടികൾ ഇവയെല്ലാം കൊണ്ടുണ്ടാക്കുന്ന ചാരം വളരെയധികം ഉപകാരപ്രദവും അതുപോലെ കൃഷിക്ക് പ്രയോജനപ്പെടുന്നതുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും വാഴ, കപ്പ, തെങ്ങ് ഇങ്ങനെയുള്ള കൃഷികൾക്കെല്ലാം ചാരം വളമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ക്ഷാരഗുണമുള്ള ചാരം അല്ലെങ്കിൽ ആഷ് മണ്ണിലെ അമ്ലത്വം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. ചാരത്തിലും കരിയിലും ധാരാളം കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പൊട്ടാഷ് എന്ന് വിളിക്കുന്ന പൊട്ടാസ്യവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇക്കാരണത്താലാവണം കർഷകർക്കെന്നും ചാരം പ്രിയപ്പെട്ടതായി തീരുന്നത്. ചാരം അഥവാ വെണ്ണീർ ഇത് ചെടികൾക്ക് പ്രയോജനപ്പെടുന്നത് പോലെ തന്നെ മറ്റൊന്നാണ് ചാർക്കോൾ അഥവാ ബയോചാർ, നമ്മുടെ കരി. ചാരം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ കരിയും ഉണ്ടാകാറുണ്ടല്ലോ. കരി ഇതുപോലെ തന്നെ ഷോപ്പുകളിൽ മേടിക്കുവാനും കിട്ടും. ഓർക്കിഡ് കൃഷിയിലും മറ്റും നമുക്ക് കാണാൻ കഴിയും ധാരാളമായിട്ട് ചാർക്കോൾ അല്ലെങ്കിൽ ഇതുപോലെ കരി ഉപയോഗിക്കുന്നത്. മരത്തിൻ്റെ കഷ്ണങ്ങൾ, പുല്ലുകൾ, വൈക്കോല് ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചുണ്ടാക്കുന്ന ചാരവും അതുപോലെ കരിയുമെല്ലാം ചെടികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇത് മണ്ണിലേക്ക് ചേർക്കുമ്പോൾ വെള്ളവും അതുപോലെ തന്നെ പോഷക ഗുണങ്ങളും എല്ലാം തന്നെ ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുവാനും സഹായിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ വേസ്റ്റുകൾ നല്ല രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുവാനും നല്ലൊരു മെത്തേഡാണ് ഇത്തരത്തിൽ നമ്മൾ ചാരം ഉണ്ടാക്കിയെടുക്കുന്നത്. പൊട്ടാസ്യത്തിന് പുറമെ ഇതിൽ നൈട്രജൻ, മഗ്നീഷ്യം, കാൽസ്യം ചെറിയ തോതിൽ, ഫോസ്ഫറസ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അന്തരീക്ഷത്തിലേക്ക് കാർബൺ റിലീസ് ചെയ്യുന്നതിനെ ഇത് തടയുന്നതായി പറയുന്നു. കരിയിലുള്ള ചെറിയ സുഷിരങ്ങൾ വെള്ളവും പോഷകാംശങ്ങളും പിടിച്ചു നിർത്തുകയും അങ്ങനെ ചെടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പൊട്ടാസ്യം ചെടികളിൽ പൂവിടുന്നതിനും നന്നായി കായ് പിടിക്കുന്നതിനും ഉപകാരപ്പെടുന്ന ഒരു മൂലകമാണ്. അതിനാൽ തന്നെ ചെടി പൂവിടുന്ന സമയങ്ങളിലെല്ലാം ഇത് ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടുന്നു. ഞാനിവിടെ മണ്ണിളക്കിയതിന് ശേഷം അങ്ങനെയാണ് ചെടികൾക്ക് ചാരമിട്ട് കൊടുക്കാറുള്ളത്. തണ്ടിൽ നിന്ന് കുറച്ച് മാറി വേരുകൾക്ക് ക്ഷതമേൽക്കാത്തക്ക രീതിയിൽ കുറച്ച് അകലേക്ക് മാറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ മണ്ണൊന്ന് മൂടിയിട്ടാലും കുഴപ്പമില്ല. കൃഷിയുടെ ആരംഭകാലങ്ങളിലെല്ലാം ചാരമുണ്ടാക്കിയെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീട് നിലത്തെ കൃഷി തുടങ്ങിയപ്പോൾ എളുപ്പമായി തുടങ്ങി. അവിടെ സൗകര്യമുണ്ടായിരുന്നത് കൊണ്ട് ഇതുപോലെ ചാരമുണ്ടാക്കിയെടുത്തിരുന്നു.
ചെടികളിൽ നിന്നുള്ള വേസ്റ്റുകളും സീസൺ കഴിയുമ്പോൾ കിട്ടുന്ന പുല്ലുകളും അതുപോലെ കമ്പുകളും എല്ലാം ഉപയോഗിച്ചാണ് അന്ന് ചാരമുണ്ടാക്കിയെടുത്തിരുന്നത്. അവിടുത്തെ കൃഷി അവസാനിച്ചപ്പോൾ ടെറസിലാണ് വീണ്ടും കൃഷി തുടങ്ങിയത്, ബാൽക്കണിയിലും. അപ്പോൾ ഇതുപോലെ സീസൺ കഴിയാറാകുമ്പോൾ ചെടികളെല്ലാം പറിച്ച് കളയാതെ അതിങ്ങനെ ഉണക്കി പിന്നീട് അത് ചാരമാക്കിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിനായി ഒരു മെറ്റലിൻ്റെ ഒരു ബക്കറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്പം പേപ്പറും അതുപോലെ തന്നെ ചെടികളുടെ വേസ്റ്റ് എല്ലാം ഇതുപോലെ കളക്ട് ചെയ്തതിനു ശേഷം കത്തിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ണെണ്ണയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ചാർക്കോൾ ലൈറ്റർ ഉപയോഗിച്ചാണ് ഞാനിങ്ങനെ കത്തിച്ചെടുക്കുന്നത്. കുറച്ചായിട്ടാണ് ഇങ്ങനെ കത്തിച്ചെടുക്കുന്നത്. ചാരമായി കഴിയുമ്പോൾ അത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തെർമോക്കോൾ ബോക്സിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അത് ഉണങ്ങി അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ചെറിയ ബോക്സുകളിലേക്ക് ആക്കിയെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചാരമാക്കി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയും ചെടികൾക്ക് വളരെയധികം നല്ലതാണ്. നിലത്ത് കൃഷി ചെയ്തിരുന്ന സമയങ്ങളിൽ ചെടികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ചാരമുണ്ടാക്കി പുകഞ്ഞു വരുന്ന പുക അത് ഏൽക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും പയറിൻ്റെ ഇടയ്ക്കെല്ലാം കൊണ്ടുവയ്ക്കുകയായിരുന്നു പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ കീടങ്ങളും അതുപോലെ ചെറിയ പുഴുക്കൾ, പ്രാണികൾ അതെല്ലാം പോകുന്നതിനൊക്കെ നല്ലതാണ്. ഇവിടങ്ങളിൽ ഫാമുകളിലെല്ലാം തന്നെ ചാരം കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ വേസ്റ്റ് വരുന്ന മരങ്ങളുടെ തടികൾ, അതുപോലെ കമ്പ്, പുല്ലുകൾ ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് കൃഷിക്കായി ഉപയോഗിക്കുന്ന രീതിയുമുണ്ട്. കൂടുതൽ ആവശ്യം വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഫാമുകളിലൊക്കെ പോകുമ്പോൾ അവരുടെ അടുത്തുനിന്ന് മേടിക്കാറുണ്ട്. ജൈവ വളമായി മാത്രമല്ല ജൈവ കീടനാശിനിയുമായും ചാരം ഉപയോഗിക്കാൻ സാധിക്കും. പൂ പിടിക്കുവാനും കായ പൊഴിച്ചിൽ തടയാനുമെല്ലാം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ചെടികളെ ബാധിക്കുന്ന ചെറിയ മുഞ്ഞ, അതുപോലെ കായീച്ചകൾ, പ്രാണികൾ ഇവയ്ക്കെല്ലാം എതിരായിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ ഇത് തന്നെയായിട്ടോ കുമ്മായവും മഞ്ഞൾപ്പൊടിക്കുമൊപ്പം അങ്ങനെയെല്ലാം നമുക്ക് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുവാൻ കഴിയും. ഇലതീനി പുഴുക്കൾക്കെതിരായി ഇലയുടെ മുകളിൽ അല്പം വിതറി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ചാരം. ഇവിടെ ഫാമുകളിലൊക്കെ ചാരം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണിത്. ഇലകളും അതുപോലെ വേസ്റ്റായിട്ടുള്ള ചെടികളുമെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന രീതി. കിഴങ്ങുവർഗ്ഗ വിളകളിൽ പ്രത്യേകിച്ചും കപ്പ, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ചേമ്പ്, ചേന ഇങ്ങനെയുള്ളവയ്ക്കെല്ലാം ചാരത്തിൻ്റെ ഉപയോഗം വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ചാരം കൊണ്ട് പ്രയോജനപ്പെടുന്ന ചെടികളാണ് ടൊമാറ്റോ, പെപ്പർ, കുക്കുംബർ എന്നീ ഐറ്റംസ്. ഒച്ചിൻ്റെ ശല്യം കൂടുതലുള്ളപ്പോഴും ഞാൻ ഇതുപോലെ ചാരം ഇട്ട് കൊടുക്കാറുണ്ട്. അതും ഏറെക്കുറെ പ്രയോജനം ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. രാസവളങ്ങൾക്കും രാസ കീടനാശിനികൾക്കും പകരമായിട്ട് ഇതുപോലെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചാരം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പ്രയോജനകരമായ രീതിയിൽ ചെടികളിൽ വിളവ് കൂടുന്നതിനും അതുപോലെ കീടനിയന്ത്രണങ്ങൾ സാധ്യമാകുന്നതിനുമെല്ലാം ഉപകാരപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ചാരം. പണ്ട് കാലങ്ങളിലെല്ലാം വിറകടുപ്പിൽ നിന്നും കോരിയെടുക്കുന്ന ചാരം രാവിലെ ഏതെങ്കിലും ചെടികളുടെ ചുവട്ടിലേക്കായിരിക്കും എറിയുന്നത്. അങ്ങനെയുള്ള ചെടികളിലൊക്കെ ധാരാളം ഫലഭൂയിഷ്ടമായിട്ട് നിൽക്കുന്നതൊക്കെ കാഴ്ചകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടു മറന്ന കാഴ്ചകളാവും. ഫ്ലാറ്റുകളിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇത്തരത്തിലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചാർക്കോൾ ഉപയോഗിച്ച് ചെയ്യുന്ന ചാരമാണെങ്കിലും അതും ഉപകാരപ്പെടുന്നത് തന്നെയാണ്. ട്രീറ്റഡ് ആയിട്ടുള്ള ചാർക്കോൾ ആണെങ്കിൽ അത്രയ്ക്ക് പ്രയോജനപ്പെടാൻ വഴിയില്ല. അപ്പോൾ ഇങ്ങനെ വുഡൻ പീസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ചാർക്കോൾ ആണെങ്കിൽ അത് ചെടികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയും പറ്റാത്തവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വേസ്റ്റ്, പ്രത്യേകിച്ചും ഓറഞ്ചിൻ്റെ തൊലി, ലെമൺ, അതുപോലെ ഇലകൾ അതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഉണക്കിയെടുത്ത് കത്തിച്ചെടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന ആ മെഷീനിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. പറ്റാവുന്നവരൊക്കെ ഈ രീതിയിൽ ചാരം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ നല്ലൊരു സ്രോതസ്സ് നമുക്ക് ചെടികൾക്ക് നൽകുവാൻ സാധിക്കും. പലതരത്തിൽ ഫെർട്ടിലൈസറായും പെസ്റ്റിസൈഡുമായും ഒക്കെ നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കും.
അങ്ങനെ ചെടികളുടെ വേസ്റ്റ് കൊണ്ട് തന്നെ ചെടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാം നമുക്ക് ഈ വേസ്റ്റുകളെല്ലാം. അങ്ങനെ കളയുന്ന ചാരവും നമ്മുടെ അടുക്കള തോട്ടത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഇതുപോലെ ചാരം ഉണ്ടാക്കി നോക്കി കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു നോക്കുക. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.